ഇനിയുള്ള ഞങ്ങളുടെ യാത്ര ചരിത്രമുറങ്ങുന്ന ഫോർട്ട് കൊച്ചിയിലേക്കാണ്. കൊച്ചിയുടെ ആ പഴയ തെരുവുകളിലൂടെയുള്ള ഈ ഓട്ടോ സവാരി ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കടൽ കാറ്റും കൊണ്ട് ഈ ചെറിയ ഗല്ലികളിലൂടെ ഞങ്ങൾ യാത്ര എൻജോയ് ചെയ്യുകയാണ്. ഫോർട്ട് കൊച്ചി കാഴ്ചകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ ആദ്യം മറൈൻ ഡ്രൈവിലാണ് വണ്ടി ഇറങ്ങിയത്. സമയം ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലൊരു ഭക്ഷണം കഴിച്ച് യാത്ര തുടരാമെന്ന് കരുതി ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഭക്ഷണമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലെ ആ കൊച്ചു തട്ടുകടയിലേക്കാണ്. വലിയ ഹോട്ടലുകളിലേക്കാൾ ചിലപ്പോൾ തട്ടുകടയിലെ ആ ചൂട് ഭക്ഷണത്തിനാണല്ലോ കൂടുതൽ രുചി. അവിടെ നിന്ന് വിശപ്പടക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. തട്ടുകടയിൽ നിന്ന് നല്ല ചൂടുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വയറ് വേണമെങ്കിൽ അല്പം നിറഞ്ഞു എന്ന് മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. പക്ഷേ മനസ്സ് തീരെ നിറഞ്ഞില്ല. ഇനി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് പതുക്കെ നടക്കുകയാണ്. ആഹാ, എന്തു മനോഹരമായ അന്തരീക്ഷമാണ് ഇവിടെ. ഈ കുളിർക്കാറ്റും കായലിലെ തിരയിളക്കവും തിരമാലകളും ദൂരെ കാണുന്ന കപ്പലുകളും എല്ലാം ശരിക്കും ഒരു മനസ്സിന് കുളിർമ നേകുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊരു വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ഞങ്ങളുടെ നടത്തം ഇപ്പോൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യം വെച്ചാണ്. കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? മറൈൻ ഡ്രൈവിലൂടെ ഞങ്ങൾ നടത്തം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബോട്ട് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞു. ബോട്ട് യാത്രയുടെ തിരക്ക് കാരണം ഇവിടെ ഒരു ചെറിയ നിബന്ധനയുണ്ട്. ഒരാൾക്ക് പരമാവധി 3 ടിക്കറ്റുകൾ മാത്രമേ ലഭിക്കൂ. ഞങ്ങളുടെ ടിക്കറ്റ് റെഡിയാക്കി ഇനി ബോട്ടിനായുള്ള കാത്തിരിപ്പാണ്. കടൽ കടന്നുള്ള ആ യാത്രക്കായി ഞങ്ങൾ ശരിക്കും ആകാംക്ഷയിലാണ്.
എന്ന ആ ബോട്ട് യാത്ര തുടങ്ങുകയാണ്. മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ കായൽ യാത്ര അത് വാക്കുകൾക്ക് അപ്പുറമാണ്. അലതല്ലുന്ന തിരമാലകളെ വകഞ്ഞു മാറ്റി ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മുഖത്തേക്ക് അടിക്കുന്ന ആ തണുത്ത കാറ്റും ദൂരെ കാണുന്ന പുത്തൻ കപ്പലുകളും ചൈനീസ് വലകളും ഒരു സിനിമാ കാഴ്ച പോലെയാണ് തോന്നുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കായലിൻ്റെ മധ്യത്തിലൂടെയുള്ള ഈ യാത്ര മനസ്സിന് നൽകുന്ന ഒരു സമാധാനം ചെറുതല്ല. കൊച്ചിയിൽ വന്നാൽ ബോട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. വെള്ളത്തിൽ തെറിക്കുന്ന ഈ കുമിളകളും ആകാശത്തെ വെളിച്ചവും കൂടിച്ചേരുമ്പോൾ ശരിക്കും ഇതൊരു സ്വപ്നത്തെ പോലെ.